ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് എങ്ങനെ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് പറയാനുള്ളത് ലിങ്ക്ഡ് ലിസ്റ്റ് ഇൻസേർഷൻ അറ്റ് എൻഡ്. അതായത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ പൊസിഷനിലേക്ക് നമ്മൾ എന്താണ് ഒരു നോഡിനെ ആഡ് ചെയ്യുന്നു. അവിടേക്ക് അവസാനത്തെ പൊസിഷനിലേക്ക് നമ്മൾ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ പാർട്ടും ലിങ്ക് പാർട്ടും കൊടുക്കും. അപ്പൊ ഇൻഫോർമേഷൻ പാർട്ടിൽ 41 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ലിങ്ക് പാർട്ടിൽ എന്താണ് എക്സ് എന്നും. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇനീഷ്യലി അതിന്റെ ലിങ്ക് പാർട്ട് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നള്ളായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക, അതിനെ നമ്മൾ സ്റ്റാർട്ടിലേക്ക് കൊടുക്കും. ഇനീഷ്യലി സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നള്ളായിരിക്കും. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റാർട്ടിനെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോഡിലേക്ക് കൊടുത്തു. അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു നോഡ് ഉണ്ട്, അതിന് നമ്മൾ എന്താണ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ശേഷം നമുക്ക് എന്താണ് ഒരു നോഡും കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിൽ നിന്ന് എന്താണ് നമുക്ക് ഒരു നോഡിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എന്താണ് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു നോഡും കൂടെ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഇൻഫർമേഷൻ പാർട്ടിൽ 45 കൊടുത്തു. അതുപോലെ തന്നെ എന്താണ് ലിങ്ക് പാർട്ടിൽ എക്സും കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ഈ നോഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡായിട്ട് മാറ്റണം. അവസാനത്തെ നോഡിന് എന്താണ് നമുക്ക് ഇതിന് ലിങ്ക് കൊടുക്കണം. അപ്പൊ 45 എക്സ് നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡാക്കിയിട്ട് ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു നോഡാണ് നമുക്കുള്ളത്. അവിടെ നമ്മൾ എന്താണ് ലിങ്ക് പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എക്സ് കൊടുത്തിട്ടുണ്ട്. ആ എക്സ് അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്താണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോഡുമായിട്ട് കണക്ട് ചെയ്യണം. അതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 45 എന്നുള്ള നമ്മുടെ നോഡിന്റെ അഡ്രസ് ആയിരിക്കണം. ദെൻ വീണ്ടും നമ്മളൊരു നോഡും കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഒരു നോഡും കൂടെ ആഡ് ചെയ്തു. അതിന് ഇൻഫോർമേഷൻ കൊടുത്തു 47 എന്ന്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് എക്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ഓൾറെഡി ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിൽ നമുക്ക് എന്താണ് 41 കിട്ടും. 41 നമുക്ക് എന്താണ് 45 എന്നുള്ള നോഡ് എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന്റെ മെമ്മറി അഡ്രസ് കിട്ടും. അപ്പൊ നമുക്ക് ഈ 47നെ 45 ലിങ്ക് ചെയ്യണം. ഇൻസേർട്ട് ആറ്റ് എൻഡ് ആണ്. അപ്പൊ നമുക്ക് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 47 എന്നുള്ള നോഡിന് 45ന്റെ ശേഷമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 45ന്റെ അഡ്രസ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ് എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ എക്സ് അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ആ എക്സ് എന്നുള്ള സ്ഥാനത്ത്, അതായത് 45 എന്നുള്ള നോഡിന്റെ ഇൻഫോർമേഷൻ പാർട്ട് എന്താണ് 45ഉം അതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 47 മെമ്മറിയിൽ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന്റെ അഡ്രസ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എന്താണ് 45ന്റെ മെമ്മറി അഡ്രസ് ഫെച്ച് ചെയ്താൽ നമുക്ക് 47 എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ എൻഡ് പൊസിഷൻ, ഏറ്റവും അവസാനത്തെ പൊസിഷനിലേക്ക് നമ്മൾ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്താണ് എവിടെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡ് ഉള്ളത്, അവസാനത്തെ നോഡിലേക്ക് എന്താണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് കൊടുക്കുന്നു. അവസാനത്തെ നോഡിന്റെ അഡ്രസ് പാർട്ടിൽ നെക്സ്റ്റ് പാർട്ടിൽ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോഡിന്റെ അഡ്രസ് കൊടുക്കുന്നു. അപ്പം ഇതിനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് നമുക്ക് എന്താണ് ഇനീഷ്യലി നമ്മുടെ അവസാനത്തെ നോഡ് എവിടെയാണ് മെമ്മറിയിൽ എന്നറിയില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് 47 ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 45 എന്നുള്ള നോഡ് മെമ്മറിയിൽ എവിടെയാണ് എന്ന് നമുക്കറിയില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അറേയും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള കമ്പാരിസണില് അറേ എന്താണ് റാൻഡംലി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അറേ ഓഫ് 0, അറേ ഓഫ് 5 എന്ന് പറയുമ്പോൾ എന്താണ് അതിലുള്ള ഓരോ ഇൻഡെക്സിലെയും നമ്പേഴ്സിനും നമുക്ക് റാൻഡംലി സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിലാണെങ്കിൽ നമുക്ക് റാൻഡംലി ഒരു നമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സീക്വൻഷ്യൽ ആക്സസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് സ്റ്റാർട്ട് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇനീഷ്യലി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സ്റ്റാർട്ട് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. നമ്മുടെ ഫസ്റ്റ് നോഡ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ആ ഫസ്റ്റത്തെ നോഡിൽ പോയിട്ട് സെക്കൻഡ് നോഡിന്റെ മെമ്മറി അഡ്രസ് എടുക്കും. ദെൻ സെക്കൻഡ് നോഡിൽ പോയിട്ട് തേർഡ് നോഡിന്റെ മെമ്മറി അഡ്രസ് എടുക്കും. നമുക്ക് അവസാനത്തേക്ക് ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അതിന് ജസ്റ്റ് മുമ്പുള്ള നോഡ് എവിടെയാണ് എന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം സ്റ്റാർട്ടിൽ പോകണം. സ്റ്റാർട്ടിൽ നിന്ന് ഫസ്റ്റ് നോഡിൽ പോകണം, ഫസ്റ്റ് നോഡിൽ നിന്ന് സെക്കൻഡ് നോഡിൽ പോകണം. അപ്പൊ നമുക്ക് ട്രാവേഴ്സിങ് ചെയ്തതിനു ശേഷം മാത്രമേ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എങ്ങനെയാണ് പ്രോഗ്രാമിൽ ചെയ്യുന്നത് എന്ന് നോക്കാം.
ലിങ്കർ ലിസ്റ്റിന്റെ എൻഡ് പൊസിഷനിലേക്ക് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. stdio.h malloc.h ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് malloc.h എന്നുള്ള ഹെഡർ ഫയലും ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം എന്താണ് നോഡ് എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 മെമ്പേഴ്സിനെ കൊടുത്തിട്ടുണ്ട്, 2 വേരിയബിൾസിനെ കൊടുത്തിട്ടുണ്ട്. ഇന്റിജർ ആയിട്ടുള്ള ഡാറ്റ എന്നുള്ള പാർട്ടും അതുപോലെ തന്നെ എന്താണ് ഒരു പോയിന്റർ വേരിയബിൾ നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചർ ആണ്. പിന്നെ എന്താണ് നോഡിന് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലി എന്താണ് അതിലേക്ക് നൾ എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ലിസ്റ്റിൽ എന്താണ് ഇപ്പോ ഒറ്റ എലമെന്റ്സും ഇല്ല. അതിനുശേഷം മെയിൻ ആഡ് ചെയ്തു. മെയിൻ ആഡതിന് ശേഷം എന്താണ് സ്ട്രക്ചറിന് നമ്മളെ നോഡ് എന്നുള്ള സ്ട്രക്ചറിന് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ നോഡ് ptr k കറന്റ്. ഇപ്പൊ നമ്മൾ ptr സാധാരണ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ന്യൂ നോഡ് എന്ന് പറയുന്നത് ആദ്യത്തെ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് k എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു നോഡ് അവസാനത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കറന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാവേഴ്സ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അവസാനത്തെ നോഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ എന്ന്. അപ്പം ആ ഒരു പൊസിഷനിൽ ആ ഒരു കേസിലാണ് നമ്മൾ CUR കറന്റ് എന്നുള്ളതിനെ ഷോർട്ട് ചെയ്തതാണ് CUR എന്ന് പറഞ്ഞിട്ട്. അതിനെ അങ്ങനെ ഒരു നോഡിനെയും നമ്മൾ എന്താണ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ് ഇന്റ് ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്റ് ഫ്ലാഗ് ഈക്വൽ ടു 1 കൊടുക്കാൻ കാരണം നമ്മൾ ഇൻസേർട്ട് അറ്റ് ബിഗിനിങ്ങിൽ മെനു ഡ്രിവൺ പ്രോഗ്രാം ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമും ഇൻസേർട്ട് എൻഡ് എന്നുള്ള പ്രോഗ്രാമും നമ്മൾ ഇനി എന്താണ് മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ യൂസർ എടുത്തത് എന്താണ് 0 or 1 എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് ആനുപാതികമായിട്ട് നമുക്ക് എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. അതിലേക്ക് എന്താണ് 1 എന്നാണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ന്യൂ നോഡ് ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ മാലോക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. നമ്മൾ എന്താണ് നമ്മുടെ ന്യൂ നോഡ് എന്നുള്ളതിൽ നമ്മൾ ഒരുപാട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ നോഡ് ptr k CUR 4 നോഡ്സിന് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ന്യൂ നോഡ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റൻസിന് എന്താണ് നമ്മുടെ മെമ്മറിയിൽ ഒരു സ്പേസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു സ്ട്രക്ട് നോഡ് സ്റ്റാർ മാലോക് എന്ന് പറയുമ്പോൾ എന്താണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഡ് എന്നുള്ള സ്ട്രക്ചറിന് എത്ര സൈസ് ആണോ ആവശ്യമുള്ളത് അത്രയും സൈസ് എന്താണ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ന്യൂ നോഡ് എന്നുള്ള നമ്മുടെ സ്ട്രക്ചർ നോഡ് ആയിട്ടുള്ളതിന്റെ ഇൻസ്റ്റൻസിനാണ് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എന്താണ് ന്യൂ നോഡ് എന്നുള്ളത് എന്താണ് നമ്മുടെ നോഡ് എന്നുള്ള സ്ട്രക്ചറിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. ആ ഒരു നോഡിന് നമുക്ക് എന്താണ് ഡാറ്റ എന്ന് പറയുന്ന ഒരു പാർട്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റർ പാർട്ടുമാണ് സ്റ്റോർ ചെയ്യാനുള്ളത്. അത്രയും സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി എന്താണ് ന്യൂ നോഡ് എന്ന് പറഞ്ഞിട്ട് മെമ്മറിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂ നോഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു മെമ്മറി ഡാറ്റ പാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും നെക്സ്റ്റ് പാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി എന്താണ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് printf എന്റർ ദ നോഡ് ഡാറ്റ. യൂസർ അടുത്ത് എന്താണ് നമ്മൾ നോഡിന്റെ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു. യൂസർ അടുത്ത് എന്റർ ദ നോഡ് ഡാറ്റ എന്താണ് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു. നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡാറ്റ പാർട്ടിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു. അതിന് ചെയ്യാൻ യൂസർ എൻ്റർ ചെയ്യുന്നതാണ് 3 ആണ് എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് എന്താണ് scanf %d ന്യൂ നോഡ് ടു ഡാറ്റ. ഇപ്പൊ എൻ്റർ ചെയ്തിട്ടുള്ള 3 എന്നുള്ള വാല്യൂ എന്താണ് റീഡ് ചെയ്യുന്നു. എന്നിട്ട് റീഡ് ചെയ്തിട്ട് എവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് ഇന്റിജർ വാല്യൂ ആണ്. സ്റ്റോർ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് ന്യൂ നോഡിന്റെ ഡാറ്റ പാർട്ടിലേക്കാണ്. അപ്പൊ ന്യൂ നോഡിന്റെ ഡാറ്റ പാർട്ടും ഇൻഫർമേഷൻ പാർട്ടും ഉണ്ട്. അതിന്റെ ഡാറ്റ പാർട്ടിൽ എന്താണ് ഇപ്പൊ റീഡ് ചെയ്തിട്ടുള്ള 3 സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ന്യൂ നോഡ് ടു നെക്സ്റ്റ് ഈക്വൽ ടു നള്ള്. ന്യൂ നോഡിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കുന്നു. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ നോഡിന്റെ ഡാറ്റ പാർട്ടിൽ 3 കൊടുത്തു. അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് നള്ളൊന്നും സ്റ്റോർ ചെയ്തു. then അടുത്തതെന്ന് പറയുന്നത് if start equal null start equal to new node. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റാർട്ട് നമ്മൾ ഇനീഷ്യലി നള്ളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് നള്ള് തന്നെയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുക്കുന്നു. അതായത് എന്താണ് സ്റ്റാർട്ട് ഇപ്പോൾ നള്ളിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് എന്താണ് സ്റ്റാർട്ട് എന്ന് പറയുന്നതിന് ന്യൂ നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്.
സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നള്ളിലേക്കായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെന്താണ്, അവിടെ ഒറ്റ നോഡ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ എന്താണ് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സ്റ്റാർട്ട് എന്നുള്ളത് നൾ എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് എന്താണ് ന്യൂ നോഡ് എന്ന് കൊടുത്തു. അതായത് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോഡിലേക്കായിരിക്കും ഇനി സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടിന്റെ കോളിൽ നമുക്ക് എന്തായിരിക്കും, ന്യൂ നോഡിന്റെ മെമ്മറി അവൈലബിൾ ആയിരിക്കും. എന്താണ്, അപ്പൊ സ്റ്റാർട്ട് ഈക്വൽ ടു ന്യൂ നോഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, പ്രിന്റ് എഫ് യുവർ ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സിംഗ്. അപ്പൊ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് സ്റ്റാർട്ട് കൊടുത്തു. അപ്പൊ എന്താണ്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ എന്താണ് ട്രാവേഴ്സ് ചെയ്യുന്നു. PTR ഈക്വൽ ടു സ്റ്റാർട്ട് വൈൽ PTR നോട്ട് ഈക്വൽ ടു നള്ള് പ്രിന്റ് എഫ് %d PTR ടു ഡാറ്റ PTR ഈക്വൽ ടു PTR ടു നെക്സ്റ്റ്. അതൊക്കെ നമ്മൾ ഓൾറെഡി ട്രാവേഴ്സിംഗും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്തത് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന കേസിൽ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യുന്നത് എന്നുള്ളത്. അത് നോക്കുക. ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്തിട്ടുണ്ട്. 3 എന്നുള്ള ഒരൊറ്റ നോഡ് മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് എന്താണ്, വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എന്ന് പറയുന്നത് വൈൽ ഫ്ലാഗ്. അപ്പൊ നമ്മൾ ഇനി എന്താണ് നമ്മുടെ പ്രോഗ്രാമിനെ മെനു ഡ്രിവൺ പ്രോഗ്രാം ആക്കിയിട്ട് ആണ് ഇനി റൺ ചെയ്യുന്നത്. അപ്പൊ വൈൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഫ്ലാഗിൽ നമ്മൾ എന്താണ് ഇനീഷ്യലി 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വൈൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എന്താണ് വൈൽ 1 എന്നാണ് പറയുന്നത്. അപ്പൊ വൈൽ 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 1 എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഫ്ലാഗ് 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് വൈൽ 0 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫാൾസും ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഫ്ലാഗിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് എന്താണ് കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുന്ന കേസിൽ എന്താണ് പ്രിന്റ് എഫ് എന്റർ ഡാറ്റ. യൂസർ അടുത്ത് എന്താണ് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പൊ ഡാറ്റ എൻ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോഡിലേക്കുള്ള ഡാറ്റ എന്താണ് യൂസർ എടുത്ത് എൻ്റർ ചെയ്യാൻ പറയുന്നു. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എന്താണ് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇൻസേർട്ട് ചെയ്യേണ്ട നോഡിന്റെ ഡാറ്റ യൂസർ എടുത്ത് എന്താണ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അതും ചെയ്യാൻ യൂസർ എൻ്റർ ചെയ്യുന്നത് എന്താണ് 5 ആണ് എന്ന് വിചാരിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒരു നോഡും കൂടെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ നോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് k ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ മാലോക്ക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. അപ്പൊ നമ്മൾ എന്താണ് ഓൾറെഡി ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു k എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ആ നോഡിന് നമുക്ക് എന്താണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ട എല്ലാ നോഡ്സിനും നമ്മൾ എന്താണ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അതല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, ജസ്റ്റ് അതിന് എന്തെങ്കിലും ട്രാവേഴ്സിംഗ് വേരിയബിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്താണ് പുതിയൊരു നോഡിനെ അവസാന ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് അതിന് നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് അതിന് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് k എന്നുള്ള ഇൻസ്റ്റൻസിനാണ്. അപ്പൊ k എന്നുള്ള ഇൻസ്റ്റൻസിന് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ന്യൂ നോഡിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഡാറ്റ പാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി എന്താണ് k എന്നുള്ള ഇൻസ്റ്റൻസിന് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് മെമ്മറിയിൽ k എന്ന് പറഞ്ഞൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഡാറ്റ പാർട്ട് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ട് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഉണ്ട്. നെക്സ്റ്റ് എന്താണ് സ്കാൻ എഫ് %d ആംപേഴ്സെന്റ് k ടു ഡാറ്റ. അപ്പൊ നമ്മൾ എന്താണ് 5 എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ 5നെ നമ്മൾ റീഡ് ചെയ്തിട്ട് എന്താണ് kയുടെ ഡാറ്റ പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നു. kയുടെ ഡാറ്റ പാർട്ടിൽ എന്താണ് യൂസർ ഇപ്പൊ എൻ്റർ ചെയ്തിട്ടുള്ള 5 സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് എന്താണ് k ടു നെക്സ്റ്റ് ഈക്വൽ ടു നൾ. kയുടെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് നൾ എന്ന് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് കറന്റ് ഈക്വൽ ടു സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ എന്താണ് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. 5 എന്ന് പറഞ്ഞിട്ട് k എന്നുള്ളൊരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഡാറ്റ പാർട്ടിൽ 5ഉം നെക്സ്റ്റ് പാർട്ടിൽ നള്ളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡാക്കിയിട്ട് മാറ്റണം. അവസാനത്തെ ഭാഗത്തേക്ക് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് എന്താണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള k എന്നുള്ള നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. k എന്നുള്ള നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡായിട്ട് എന്താണ് kനെ മാറ്റണം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം അതിനെ ട്രാവേഴ്സ് ചെയ്യണം. അവസാനത്തെ നോഡ് എവിടെയാണ് എന്ന് നമുക്ക് എന്താണ് അറിയില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് അതിനെ ട്രാവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് CUR. PTR നമ്മൾ എന്താണ് പോയിന്റർ നമ്മൾ ഓൾറെഡി ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മറ്റൊരു കൺസെപ്റ്റ് എന്താണ് കൺസെപ്റ്റ് ആയിട്ട് എന്താണ് CUR കറന്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്
ഒരു നോഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് എന്താണ് നമ്മൾ സ്റ്റാർട്ട് എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. കറന്റ് ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നു. അപ്പൊ കറന്റ് ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, കറന്റിലേക്ക് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിൽ ഇപ്പൊ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, ന്യൂ നോഡിന്റെ അഡ്രസ് ആണ്, നമ്മുടെ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആണ് നമുക്ക് സ്റ്റാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിനെന്താണ് നമ്മൾ CUR-ലേക്കും ഈ സ്റ്റാർട്ടിനെ തന്നെ കൊടുക്കുന്നു. ഇപ്പോ സ്റ്റാർട്ട് എന്ന് പറയുന്നതും കറന്റ് എന്ന് പറയുന്നതും എന്താണ്, ന്യൂ നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, നമ്മളൊരു വൈൽ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞ് നമുക്ക് എന്താണ് ട്രാവേഴ്സ് ചെയ്യണമെന്ന്. അപ്പൊ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കറന്റ് ടു നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പോയിന്റർ നോട്ട് ഈക്വൽ ടു നൾ എന്നാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ കറന്റ് ആണെങ്കിൽ കറന്റ് നോട്ട് ഈക്വൽ ടു നൾ എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. കറന്റ് ഒരു നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. അപ്പൊ നമ്മൾ കറന്റ് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുന്നതിന് പകരം കറന്റ് ടു നെക്സ്റ്റ് പാർട്ട് നള്ളാണോ എന്ന് നോക്കുന്നത്. ആദ്യത്തെ കേസിൽ എന്താണ് കറന്റ് നള്ളാണോ എന്നാണ് നോക്കിയിരുന്നത്. ഇപ്പോഴത്തെ കേസിൽ നമ്മൾ കറന്റിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാണോ എന്നാണ് നോക്കുന്നത്. അതായത് എന്താണ് അവസാനത്തെ നോഡിൽ എന്താണ് നൾ ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു നെക്സ്റ്റ് പാർട്ട് നള്ളാകുന്ന കേസിൽ തന്നെ നമ്മൾ എന്താണ് വൈൽ ലൂപ്പ് എന്ന് എക്സിറ്റ് ചെയ്യുന്നു. അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, കറന്റും സ്റ്റാർട്ടും നമ്മൾ എന്താണ് ന്യൂ നോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, കണ്ടീഷൻ എന്ന് പറയുന്നത് വൈൽ കറന്റ് ടു നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ എന്താണ്, കറന്റ് എന്ന് പറയുന്നത് ന്യൂ നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ന്യൂ നോഡിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ന്യൂ നോഡിന്റെ കറന്റിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, നള്ളാണ്. അപ്പൊ കറന്റ് ടു നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ കറന്റിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നൾ പാർട്ട് ആയതുകൊണ്ട് എന്താണ് കണ്ടീഷൻ ഫാൾസ് ആണ്. അതെന്താണ്, കറന്റ് നള്ളാണ്, കറന്റിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളാണ്. അപ്പൊ എന്താണ് കണ്ടീഷൻ ഫാൾസ് ആണ്. നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടീഷൻ ഫാൾസ് ആണ്. ഫാൾസ് ആകുന്ന കേസിൽ എന്താണ്, അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൈൽ ലൂപ്പിന്റെ ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു കെ. കറന്റ് ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കറന്റ് എന്ന് പറയുന്നത് ന്യൂ നോഡാണ്. അപ്പൊ കറന്റിന്റെ നെക്സ്റ്റ് എന്താണ്, നള്ളാണ്. ആ നള്ളിലേക്ക് നമ്മൾ കറന്റിന്റെ നെക്സ്റ്റ് നള്ളിലേക്ക് നമ്മൾ എന്താണ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ള് എന്നുള്ളത് റിമൂവ് ചെയ്യുന്നു. അവിടേക്ക് നമ്മൾ എന്താ അസൈൻ ചെയ്യുന്നത്, കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു കെ എന്നാണ്. അപ്പൊ കറന്റ് എന്ന് പറയുന്നത് ന്യൂ നോഡാണ്. ന്യൂ നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്തായിരുന്നു, നള്ളായിരുന്നു ഉണ്ടായിരുന്നത്. ആ നള്ളിനെ നമ്മൾ റിമൂവ് ചെയ്തു. കറന്റിന്റെ നെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്ന നള്ളിനെ നമ്മൾ റിമൂവ് ചെയ്തു. അവിടേക്ക് എന്താണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, കെ എന്നാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പോയിന്റർ വേരിയബിൾ ആണ്. സ്റ്റാർ നെക്സ്റ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. അപ്പൊ നമ്മൾ കറന്റിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്തായിരിക്കും, ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും. പോയിന്റർ എന്ന് പറയുന്നത് നമ്മളൊരു മെമ്മറി അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മെമ്മറി അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ അവിടേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് മെമ്മറി അഡ്രസ് എവിടുത്തെയാണ്, കെ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കെ എന്നുള്ള നോഡ് നമ്മൾ മെമ്മറിയിൽ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന്റെ മെമ്മറി അഡ്രസ് നമ്മൾ എന്താണ് നെക്സ്റ്റ് പാർട്ടിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മൾ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ന്യൂ നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്തായിരിക്കും, കെ എന്നുള്ള നോഡിന്റെ അഡ്രസ് കിട്ടും. അതായത് ന്യൂ നോഡും കെ എന്നുള്ള നോഡും നമ്മൾ എന്താണ്, അല്ലെങ്കിൽ കറന്റ് നോഡാണ്, ന്യൂ നോഡല്ല നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്, കറന്റ് നോഡും കെ എന്നുള്ള നോഡും നമ്മൾ എന്താണ് ലിങ്ക് ചെയ്തു. നമ്മളെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടും ന്യൂ നോഡുമായിരുന്നു. അതിന്റെ അവസാനത്തേക്ക് നമ്മൾ എന്താണ് കെ എന്നുള്ള ഒരു നോഡിനെ കൂടെ ഇൻസേർട്ട് ചെയ്തു. കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു കെ എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്, പ്രിന്റ് എഫ് യുവർ ലിങ്ക് ലിസ്റ്റ് ട്രാവേഴ്സിംഗ്. വീണ്ടും എന്താണ് യൂസർ എടുത്ത് ട്രാവേഴ്സ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എന്താണ് പുതിയൊരു നോഡ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുന്നു. അപ്പൊ 3 എന്നുള്ള നോഡും നെക്സ്റ്റ് എന്താണ് 5 എന്നുള്ള നോഡും കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് അതിനുശേഷം എന്താണ് പ്രിന്റ് എഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സിംഗ് PTR ഈക്വൽ ടു സ്റ്റാർട്ട്. ഈ ഒരു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എന്തിനാണ്, ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീണ്ടും എന്താണ് പ്രിന്റ് എഫ് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, ഇഫ് യെസ് എന്റർ 1 otherwise 0. കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് യൂസർ എടുത്ത് 1 എൻ്റർ ചെയ്യാൻ പറയുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് 0 എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പൊ നമ്മൾ എന്താണ് മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നു. യൂസറോട് എന്താണ് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, ഇഫ് യെസ്
എൻ്റർ 1 otherwise 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഇനി എന്താണ് നോട്ട്സിന് നമ്മുടെ ലിങ്ക് ലിസ്റ്റിലേക്ക് അവസാന ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് 1 എന്ന് എൻ്റർ ചെയ്തു. 1 എന്ന് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് scanf %d ആംപേഴ്സെന്റ് ഫ്ലാഗ്. ഇപ്പൊ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂ എന്താണ് നമ്മൾ ഫ്ലാഗ് എന്നുള്ള വേരിയബിളിൽ അസൈൻ ചെയ്യുന്നു. അപ്പൊ ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ് 1 എന്ന് സ്റ്റോർ ചെയ്യുന്നു. യൂസർ എൻ്റർ ചെയ്തിരുന്നത് 1 ആണ്. ആ 1നെ നമ്മൾ ഫ്ലാഗിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ് ഈ ഒരു കേളി ബ്രേസ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വൈൽ ലൂപ്പിന്റെ കേളി ബ്രേസ് ആണ്. അപ്പൊ നമ്മൾ വൈൽ ലൂപ്പിൽ വരും. വൈൽ ലൂപ്പിൽ എന്താണ് വൈൽ ഫ്ലാഗ് എന്നാണ്. അപ്പൊ വൈൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഫ്ലാഗിന്റെ വാല്യൂ എന്താണ് ഇപ്പോഴും 1 ആണ്. അപ്പൊ ആ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ് പ്രിന്റ് എഫ് എന്റർ ഡാറ്റ. യൂസർ അടുത്ത് എന്താണ് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു. അതായത് നമ്മൾ ഇനിയും ഒരു നോഡും കൂടെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് യൂസർ അടുത്ത് ആ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു. എന്റർ ഡാറ്റ അസ്യൂം ചെയ്യുക യൂസർ എൻ്റർ ചെയ്യുന്നത് എന്താണ് 7 ആണ് എന്ന് വിചാരിക്കാം. യൂസർ 7 എൻ്റർ ചെയ്തു. അതിനുശേഷം എന്താണ് k ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ മാലോക്ക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. വീണ്ടും നമ്മൾ എന്താണ് നമുക്ക് ആ ഒരു നോഡിന് ഇപ്പൊ യൂസർ എൻ്റർ ചെയ്തിട്ടുള്ള 7 എന്നുള്ള ഡാറ്റ ഉണ്ട്. ആ ഡാറ്റയും അതിന്റെ നെക്സ്റ്റ് പാർട്ടും നമുക്ക് എന്താണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു നോഡ് മെമ്മറിയിൽ ആവശ്യമാണ്. ആ ഒരു നോഡിന് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ പാർട്ടും ഇൻഫോർമേഷൻ പാർട്ടും സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് എന്താണ് മെമ്മറിയിൽ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഡൈനാമിക്കലി ആ നോഡിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മെമ്മറി ആണോ ആവശ്യമുള്ളത് അത്രയും മെമ്മറി എന്താണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ മെമ്മറിയിൽ k എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി അവൈലബിൾ ആയിരിക്കും. അതിലേക്ക് നമുക്ക് എന്താണ് ഡാറ്റ പാർട്ടും നെക്സ്റ്റ് പാർട്ടും സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി അവൈലബിൾ ആയിരിക്കും. അത്രയും സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ അതിനുശേഷം എന്താണ് scanf %d ആംപേഴ്സെന്റ് k ടു ഡാറ്റ. ഇപ്പൊ റീഡ് ചെയ്തിട്ടുള്ള 7 ഉണ്ട്. യൂസർ എൻ്റർ ചെയ്ത് 7 റീഡ് ചെയ്തിട്ട് എന്താണ് k എന്നുള്ള ഇപ്പൊ എന്താണ് k എന്നുള്ള നോഡ് ഇതാണ്. ഇവിടുന്ന് നമ്മൾ k നെ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ നമ്മുടെ 5 എന്നുള്ള നോഡിന് നമുക്ക് എന്താണ് k എന്നുള്ള ഒരു മെമ്മറി നെയിം അവൈലബിൾ ആയിട്ട് എന്തായാലും k എന്ന് പറഞ്ഞൊരു മെമ്മറി നെയിം നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. വേരിയബിൾ നെയിം ആയിരിക്കും നമ്മൾ സാധാരണ പറയാറുള്ളത്. ഒരു മെമ്മറി അഡ്രസ്സിന് നമ്മൾ എന്താണ് ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു എന്ന്. ആ ഒരു k എന്നുള്ളത് നമ്മൾ എന്താണ് 5 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് എന്താണ് ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല 5 എന്ന് നമ്മൾ മെമ്മറിയിൽ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന്റെ മെമ്മറി അഡ്രസ്സ് നമുക്ക് എന്താണ് 3 എന്നുള്ള നോഡിന് അവൈലബിൾ ആയിരിക്കും. 3 എന്നുള്ള നോഡിന്റെ ഡാറ്റ പാർട്ട് നെക്സ്റ്റ് പാർട്ട് എടുത്ത് നമുക്ക് എന്തായിരിക്കും 5 എന്നുള്ള നോഡ് എവിടെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണ് k എന്നുള്ള ഇവിടെ നമ്മൾ k എന്ന് റെപ്രസെന്റ് ചെയ്ത് നമുക്ക് എന്താണ് പിന്നീട് ആവശ്യമില്ല. അപ്പൊ നമ്മൾ പുതിയ നോഡിന് എന്താണ് k എന്ന് തന്നെയാണ് നെയിം കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇപ്പൊ യൂസർ എൻ്റർ ചെയ്തിട്ടുള്ള 7 എന്നുള്ള ഡാറ്റനെ നമ്മൾ എന്താണ് k എന്നുള്ള നോഡിന്റെ ഡാറ്റ പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നു. k ടു ഡാറ്റ ആംപേഴ്സെന്റ് k ടു ഡാറ്റ. അതിനുശേഷം എന്താണ് k ടു നെക്സ്റ്റ് ഈക്വൽ ടു നൾ. kയുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് കറന്റ് ഈക്വൽ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്താണ് ഓൾറെഡി നമ്മൾ കറന്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വീണ്ടും എന്താണ് കറന്റ് ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നു. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്നത് 3 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് കറന്റ് എന്ന് പറയുന്നത് എന്താണ് 3 എന്നുള്ള നോഡിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് k എന്നുള്ള നോഡിനെ എന്താണ് 5 എന്നുള്ള നമ്മുടെ ലിങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് 5 എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക് ലിസ്റ്റിന്റെ അതിന്റെ അവസാനത്തേക്ക് നമുക്ക് ഈ 7 എന്നുള്ള നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ എന്താണ് ഓൾറെഡി പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ട്രാവേഴ്സ് ചെയ്തിട്ട് പോകണമെന്ന്. കാരണം എന്താണ് 5 ഇപ്പൊ മെമ്മറിയിൽ എവിടെയാണ് എന്ന് നമുക്ക് അറിയൂല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിന് നമ്മൾ 3ലേക്ക് പോകും, 3ന്ന് നമ്മൾ 5ലേക്ക് പോകും. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് 5 മെമ്മറിയിൽ എവിടെയാണ് എന്നറിയൂ. ആ 5നെ കിട്ടിയതിന് ശേഷം മാത്രമേ അതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് എന്താണ് 7k എന്നുള്ള മെമ്മറി അഡ്രസ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറന്റിലേക്ക് സ്റ്റാർട്ടിനെ കൊടുത്തിട്ടുള്ളത്. അതിനെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറന്റിലേക്ക് സ്റ്റാർട്ടിനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്താണ് അതിനെ ട്രാവേഴ്സ് ചെയ്യുന്നു. അപ്പൊ വൈൽ ലൂപ്പിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കറന്റ് ടു നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. അപ്പൊ കറന്റ് എന്ന് പറയുന്നത് എന്താണ് 3 എന്നുള്ള നോഡാണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ട് അതായത് കറന്റിന്റെ ഇപ്പോഴത്തെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് 5 എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് ഉണ്ട്. അപ്പൊ എന്താണ് അതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നള്ളല്ല, അവിടെ എന്താണ് ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ് കറന്റ് ഈക്വൽ ടു കറന്റ് ടു നെക്സ്റ്റ്. കറന്റ് എന്ന് പറയുന്നത് എന്താണ് കറന്റിന്റെ നെക്സ്റ്റ് ആക്കുന്നു. കറന്റ് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നു. എവിടേക്കാണ് ചേഞ്ച് ചെയ്യുന്നത് കറന്റിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ കറന്റിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ് 5 ആണ്. കറന്റിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് 5 എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് കറന്റിനെ ഇവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് 5 എന്നുള്ള നോഡിലേക്ക് എന്താണ് ഫോക്കസ് ചെയ്യുന്നു. ഇപ്പോ കറന്റ് എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡിലേക്കായിരിക്കും
ഫോക്കസ് ചെയ്യുന്നത്. കറന്റ് ഈക്വൽ ടു കറന്റ് ഇട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്തു. കറന്റ് എന്ന് പറയുന്നത് 3 എന്നുള്ള നോഡായിരുന്നു. അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത്? 5 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണുള്ളത്. അപ്പൊ അവിടേക്ക് നമ്മൾ എന്താണ് കറന്റിനെ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇപ്പൊ കറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിലേക്ക് പോകും. വൈൽ ലൂപ്പിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, കറന്റ് ഈക്വൽ ടു കറന്റ് ടു നെക്സ്റ്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ വീണ്ടും വൈൽ ലൂപ്പിന്റെ കണ്ടീഷനിൽ വരും. വൈൽ ലൂപ്പിന്റെ കണ്ടീഷനിൽ എന്താണ്? കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. അപ്പൊ കറന്റ് എന്ന് പറയുന്നത് കറന്റ്ലി എന്താണ്? ഇപ്പൊ 5 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ നെക്സ്റ്റ് പാർട്ട് 5 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ട് എന്താണ്? നള്ളാണ്. അപ്പൊ നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. കറന്റിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നള്ളാണ്. അപ്പൊ നമ്മൾ എന്താണ്? വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. വൈൽ ലൂപ്പിൽ എക്സിറ്റ് ചെയ്തതിനു ശേഷം എന്താണ്? കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു കെ. കറന്റ് ടു നെക്സ്റ്റ്, കറന്റ് എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡാണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണ്? നൾ എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ നൾ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അവിടേക്ക് എന്താണ് അസൈൻ ചെയ്യുന്നത്? കെ ആണ് അസൈൻ ചെയ്യുന്നത്. ഇപ്പൊ കെ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. അതുകൊണ്ട് അവിടെ എന്താണ്? ഒരു മെമ്മറി അഡ്രസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. അപ്പം സ്റ്റോർ ചെയ്യുന്ന മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? കെ എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് ആയിരിക്കും. കറന്റിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കെ സ്റ്റോർ ചെയ്യുന്നു. കറന്റിന്റെ നെക്സ്റ്റ് പാർട്ടിൽ ഓൾറെഡി നൾ ഉണ്ടായിരുന്നു. അതിന് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? നെക്സ്റ്റ് പാർട്ട് ഒരു പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് ഒരു മെമ്മറി അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? കെ എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് ആണ്. അപ്പൊ എന്തായിരിക്കും? നമുക്കൊരു ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ 5 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ്? 7 എന്നുള്ള നോഡ്, നമ്മൾ കെ എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇപ്പോ കറന്റ് എന്നുള്ള നോഡിന്റെ 5 എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്തായിരിക്കും? കെ എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ്? കെ ടു കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു കെ എന്ന് കൊടുത്തു. അതായത് കെ എന്നുള്ള നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കെ എന്നുള്ള നോഡ് 7 എന്ന് സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡിനെ നമ്മൾ എന്താണ്? നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡായിട്ട് ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം എന്താണ്? പ്രിന്റ് എഫ് യുവർ ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് വീണ്ടും സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്താണ്? ഒരു നോഡ് കൂടെ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം 3, 5, 7 ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സിംഗ് പറയുന്നില്ല. 3, 5, 7 3 നോഡ്സിന്റെയും നമ്മൾ എന്താണ്? പ്രിന്റ് ചെയ്തു. അതിനുശേഷം എന്താണ്? വീണ്ടും ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്താണ്? യൂസർ എടുത്ത് 1 എൻ്റർ ചെയ്യാൻ പറയുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? 0 എൻ്റർ ചെയ്യാൻ പറയുന്നു. കണ്ടിന്യൂ അസ്യൂം ചെയ്യുക. യൂസർ എൻ്റർ ചെയ്യുന്നത് എന്താണ്? 0 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും? ഫ്ലാഗ് എന്നുള്ളതിൽ 0 എന്നായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? നമ്മൾ വീണ്ടും ഫ്ലാഗിൽ പോകും. ഫ്ലാഗിൽ എന്താണ്? ഫ്ലാഗിന്റെ വാല്യൂ ഇപ്പോൾ യൂസർ എൻ്റർ ചെയ്തിട്ടുള്ളത് 0 ആയതുകൊണ്ട് വൈൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വൈൽ 0 എന്നായിരിക്കും വരിക. അപ്പൊ നമ്മൾ എന്താണ്? വൈൽ ലൂപ്പിൽ നിന്ന് കണ്ടീഷൻ എന്തായിരിക്കും? വൈൽ 0 എന്ന് പറയുമ്പോൾ ഫാൾസ് ആയിരിക്കും. അപ്പൊ നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താണ്? ഒരു നോഡിനെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്? ട്രാവേഴ്സ് ചെയ്യുന്നു. ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ കറന്റ്ലി വിസിറ്റ് ചെയ്യുന്ന നോഡ് ഉണ്ടായിരിക്കും. അതിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാണോ എന്ന് നോക്കും. അതായത് നമ്മളിപ്പോ കറന്റ്ലി ഫോക്കസ് ചെയ്യുന്നത് അവസാനത്തെ നോഡാണോ എന്ന് ചെക്ക് ചെയ്യും. അവസാനത്തെ നോഡാണെങ്കിൽ എന്താണ്? അതിന്റെ നെക്സ്റ്റ് പാർട്ടില് നള്ളായിരിക്കും ഉണ്ടാകുക. ആ നള്ളിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോഡിന്റെ അഡ്രസ് അവിടേക്ക് അസൈൻ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് അതിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് അറ്റ് ദ പൊസിഷൻ എൻഡിലേക്ക് നമുക്ക് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താണ്? ലിങ്ക്ഡ് ലിസ്റ്റ് അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. നമ്മളൊരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. കെ എന്നാണ് നെയിം കൊടുക്കുന്നത്. അപ്പം പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ഡാറ്റ പാർട്ട് സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് പാർട്ട് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ഒരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്താണ്? എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുന്നു. അപ്പൊ ട്രാവേഴ്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡുമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോഡിനെ കണക്ട് ചെയ്യേണ്ടത്. അവസാന ഭാഗത്തേക്കാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവസാന ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? ഇപ്പൊ ഏറ്റവും അവസാനമുള്ള നമ്മുടെ നോഡിന് നമുക്ക് എന്താണ് കിട്ടണം. അപ്പൊ അവസാനത്തെ നോഡിന് നമുക്ക് എന്താണ്? ഒരിക്കലും
റാൻഡംലി സെലക്ട് ചെയ്യാൻ പറ്റില്ല. അറയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറേ ഓഫ് 0, അറേ ഓഫ് 1 എന്നൊക്കെ പറയുന്നത് എന്താണ്, റാൻഡംലി നമുക്ക് ഒരു വാല്യൂവിനെ സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ നമുക്ക് എന്താണ്, റാൻഡംലി ഒരു നോഡിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, സീക്വൻഷ്യലി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ആ സ്റ്റാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, ഫസ്റ്റ് നോഡിലെത്താം. ഫസ്റ്റ് നോഡിന്റെ മെമ്മറി അഡ്രസ് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് നോഡിലെത്താം. സെക്കൻഡ് നോഡിന്റെ എന്താണ്, നെക്സ്റ്റ് പാർട്ടിൽ തേർഡ് നോഡിന്റെ മെമ്മറി അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ നോഡും വിസിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഓരോ നോഡും ആക്സസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്താണ്, അവസാനത്തെ നോഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വൈൽ ലൂപ്പിൽ ചെക്ക് ചെയ്യുന്നത് കറന്റ് നോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു, കറന്റ് ടു നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. അതായത് അവസാനത്തെ നോഡ് എത്തുമ്പോൾ നമുക്ക് എന്താണ്, അവിടെ നിർത്തണം. അപ്പൊ അതിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓരോ നോഡ് സെറ്റ് ചെയ്യുമ്പോഴും ഓരോ നോഡ് ആക്സസ് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ്, അതിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാണോ എന്ന് നോക്കും. നള്ളല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ മറ്റൊരു നോഡിന്റെ അഡ്രസ് ഉണ്ട് എന്നാണ്. അതായത് അത് അവസാനത്തെ നോഡല്ല, നമ്മൾ കറന്റ്ലി വിസിറ്റ് ചെയ്യുന്നത് അവസാനത്തെ നോഡല്ല എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നള്ളാണ് എങ്കിൽ എന്താണ്, നമുക്ക് പറയാൻ പറ്റും അതാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡ് എന്ന്. അപ്പം നള്ളല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അടുത്ത നോഡിലേക്ക് പോകുന്നു. നള്ളാണെങ്കിൽ എന്താണ്, അവിടുന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കറന്റ്ലി ഉള്ള നോഡ്, കറന്റ്ലി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണ്, നള്ളുണ്ട്. ആ നള്ളിനെ റിമൂവ് ചെയ്തിട്ട് നമ്മളിപ്പോ സ്റ്റോർ ചെയ്തിട്ടില്ല, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോഡുണ്ട്, മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നോഡുണ്ട് K എന്ന്. ആ ഒരു K എന്നുള്ള നോഡ് മെമ്മറിയിൽ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന്റെ മെമ്മറി അഡ്രസ് എന്താണ്, നമ്മൾ കറന്റിന്റെ നെക്സ്റ്റ് പാർട്ടിൽ കൊടുക്കുന്നു. നള്ളെന്ന് റിമൂവ് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ എന്താണ്, K എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ട്രാവേഴ്സിംഗും മെനു ഡ്രിവൺ പ്രോഗ്രാമും ഒക്കെയാണ്. ബാക്കി ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ നമ്മളിപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കറന്റ് ഈക്വൽ ടു സ്റ്റാർട്ട്, വൈൽ ലൂപ്പ്, ദെൻ എന്താണ്, വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കറന്റ് ടു നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ള്, ദെൻ വൈൽ ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ് കറന്റ് ഈക്വൽ ടു കറന്റ് ടു നെക്സ്റ്റ്, അതിനുശേഷം എന്താണ്, വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തതിനു ശേഷം കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു K എന്ന് പറയുന്നത്. നമുക്ക് പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡിലേക്ക്, അതായത് ലാസ്റ്റ് നോഡിലേക്ക് എന്താണ്, പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഒരു നോഡിനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എന്താണ്, നോഡ്സിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, ഫ്ലാഗ് സെറ്റ് ചെയ്തു, ദെൻ പുതിയൊരു നോഡിനെ ആഡ് ചെയ്തു, ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുന്നു. ദെൻ എന്താണ്, മെനു ഡ്രിവൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു, പുതിയൊരു നോഡിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, അതിന്റെ ഡാറ്റ റീഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ദെൻ എന്താണ്, അതിന്റെ അവസാന ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് നോഡിന്റെ ഭാഗത്തേക്ക് നമ്മൾ എന്താണ്, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ വീണ്ടും നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിനു ശേഷം എന്താണ്, ഓരോ പ്രാവശ്യം നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. മെനു ഡ്രിവൺ പ്രോഗ്രാം ആയതുകൊണ്ട് യൂസർ അടുത്ത് എന്താണ്, നമുക്കിനിയും കണ്ടിന്യൂ ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നു. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്താണ്, 1 എന്ന് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ 0 എന്ന് എൻ്റർ ചെയ്യുക. അതിനെന്താണ്, ഫ്ലാഗിന് റീഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വൈൽ ലൂപ്പിൽ ഫ്ലാഗ് യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണ്ടേ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രോഗ്രാം റൺ ചെയ്യാം. എൻ്റർ ദ നോഡ് ഡാറ്റ, ആദ്യത്തെ ഡാറ്റ 3. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സ് ചെയ്തു 3 എന്ന്. അടുത്ത നോഡ് ഡാറ്റ 5. ഇപ്പൊ 3ഉം 5ഉം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനെന്താണ്, ലിങ്ക്ഡ് ലിസ്റ്റിന് ട്രാവേഴ്സ് ചെയ്തു. ആദ്യം 3 എന്നുള്ള നോഡ്, അതിനുശേഷം എന്താണ്, 5 എന്നുള്ള നോഡ്. വീണ്ടും ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, ഇഫ് യെസ് എൻ്റർ 1 അതർവൈസ് 0. കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, 1 എൻ്റർ ചെയ്യുക, അതല്ലെങ്കിൽ 0 എൻ്റർ ചെയ്യുക. ആദ്യം ചെയ്യുക. യൂസർ എന്താണ്, 1 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ വീണ്ടും എന്താണ്, യൂസറോട് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു. 7 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് വീണ്ടും ട്രാവേഴ്സ് ചെയ്യുന്നു. ആദ്യത്തെ എലമെന്റ് 5 ആണ്, 3 ആണ്. സെക്കൻഡ് നോഡ് 5 ആണ്. നമ്മൾ പിന്നെന്താണ്, ഏറ്റവും നമ്മൾ അവസാനമായിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള 7 ആണ്. വീണ്ടും ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, ഇഫ് യെസ് എൻ്റർ 1 അതർവൈസ് 0. വീണ്ടും എന്താണ്, യൂസർ 1 എന്ന് എൻ്റർ ചെയ്തു. വീണ്ടും എന്താണ്, യൂസർ അടുത്ത് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറയുന്നു. അധികം ചെയ്യുക. യൂസർ എൻ്റർ ചെയ്യുന്ന ഡാറ്റ എന്താണ്, നേണെന്ന് വിചാരിക്കാം. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സ് ചെയ്യുന്നു. ഫസ്റ്റ് നോഡ് 3, സെക്കൻഡ് നോഡ് 5, തേർഡ് നോഡ് 7, ലാസ്റ്റ് നോഡ് എന്താണ്, 9 ആണ്. അവസാനം എൻ്റർ ചെയ്തിട്ടുള്ള നോഡ് എന്താണ്, അവസാനത്തേക്കാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, യൂസർ എന്താണ് 0 എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പൊ എന്താണ്, പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന് ട്രാവേഴ്സ് ചെയ്യുന്നു. ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എന്താണ്, നോഡിന്റെ നെക്സ്റ്റ്
പാർട്ട് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ നോഡിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്? അവസാനത്തെ നോഡില് നെക്സ്റ്റ് എന്ന് പറയുന്നതായിരിക്കും നള്ളായിരിക്കും. നമുക്ക് എന്താണ് നെക്സ്റ്റ് ഏറ്റവും അവസാനത്തെ നോഡാണ് ആവശ്യമുള്ളത്. ആ നോഡിന്റെ നെക്സ്റ്റ് പാർട്ട് നൾ എന്നുള്ളത് എന്താണ് റിമൂവ് ചെയ്തിട്ട് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നോഡുണ്ട്, ആ നോഡിന്റെ മെമ്മറി അഡ്രസ് നമ്മൾ എന്താണ് അവിടേക്ക് അസൈൻ ചെയ്തിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് അറ്റ് ദ പൊസിഷൻ എൻഡിലേക്ക് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്.